എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്കില്ലാണ് ടിപ്പ് സ്കിൽ എന്ന് പറയും. ടിപ്പ് സ്കിൽ എന്ന് പറയുമ്പോൾ അത് ഒരു അക്രോണിമാണ്. അത് നമ്മൾ എന്താണെന്ന് പറയും. ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്കിൽ സെറ്റാണ്. You can't calm the storm, so stop trying. What you can do is calm yourself. The storm will pass. ടിംബർ ഹോക്കി പറയുകയാണ്, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനൊന്നും ശാന്താക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രമിക്കുന്ന നിർത്താം. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ശാന്താക്കാൻ സാധിക്കും. ആ കൊടുങ്കാറ്റ് കടന്നു പോയിക്കോളും. സോ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള സ്കില്ലാണ് ടിപ്പ് എന്ന് പറയുന്നത്. ടിപ്പ് എന്ന് പറയുന്നത് 4 സ്കില്ലുകളുടെ ഒരു അക്രോണിമാണ്. ടി സ്റ്റാൻഡ്സ് ഫോർ ടെമ്പറേച്ചർ, I stands for intense exercise, P stands for paced breathing, and ഒരു പിയും കൂടിയുണ്ട്, അത് സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. സോ ഈ 4ഉം കൂടി ചേർന്നാണ് ടിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് എക്സ്ട്രീമായിട്ട് ഉണ്ടാകുന്ന ഇമോഷൻസ്, അതായത് ആങ്കർ ഉണ്ടായിരിക്കാം, ഡിസ്ഗസ്റ്റ് ഉണ്ടായിരിക്കാം, സാഡ്നെസ് ഉണ്ടായിരിക്കാം, അങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള ഏത് ഇമോഷൻസ് ആയാലും അത് എക്സ്ട്രീമായി പോകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലാണ് ടിപ്പ് എന്ന് പറയുന്നത്. സോ അത് വിചാരിച്ച് ഈ സ്കിൽ എപ്പോഴും ഉപയോഗിക്കരുത്. എപ്പോഴും ഇങ്ങനത്തെ സ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ സ്കില്ലിനും ഇഫക്റ്റീവ്നെസ് ചിലപ്പോൾ കുറയാം. ഇത് നിങ്ങൾക്ക് എക്സ്ട്രീമായിട്ട് ഇമോഷൻസ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കണം. അതിനുശേഷം നിങ്ങളുടെ എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസ് കുറഞ്ഞതിന് ശേഷം മറ്റ് DBT സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ആ ഇമോഷനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വേണ്ടേ. എക്സ്ട്രീമായിട്ട് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ, ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ടിപ്പ് സ്കില്ലിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് ബോഡി വർക്കാവും, പല ബിഹേവിയേഴ്സ്, പല കാര്യങ്ങൾ കാണിക്കും. ഇതേ ശാരീരികപരമായിട്ടുള്ള ചേഞ്ചുകളെ അല്ലെങ്കിൽ ശരീരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ശരീരത്തിലെ കെമിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ ശാരീരികപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മളുടെ എക്സ്ട്രീം ഇമോഷൻസിൻ്റെ മാറ്റങ്ങളെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ എന്താ ചെയ്യുക? നമ്മളുടെ ശരീരത്തിലെ കെമിസ്ട്രിയെ, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയെ നമ്മൾ മാറ്റുന്നു. അതിലൂടെ നമ്മളുടെ ഇമോഷൻസിനെ കുറച്ച് കൊണ്ടുവരികയാണ് ഈ ടിപ്പ് ടെക്നിക്കിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ 4 ടിപ്പ് സ്കില്ലുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ടിപ്പ് സ്കില്ലാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ തണുത്ത വെള്ളത്തിലായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്ട്രെസ് കുറഞ്ഞതായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണമുണ്ട്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫിസിയോളജിക്കൽ റീസൺസ് ഉണ്ട്. നമ്മൾ മനുഷ്യർ, മാമൽസ് പലപ്പോഴും വെള്ളത്തിനടിയിൽ നീന്തുമ്പോൾ, തണുത്ത വെള്ളത്തിലൊക്കെ നീന്തുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും. നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെള്ളത്തിൽ നീന്തുമ്പോൾ ഹാർട്ട് റേറ്റ് എന്തിനാണ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ നമ്മൾ നീന്തുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് അതിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എനർജി സേവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നത് മൂലം നമ്മൾ ശരീരം ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് അത് കുറച്ച് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വെള്ളത്തിൽ നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ സർവൈവ് ചെയ്യാനായിട്ട്, ഇങ്ങനെ കൂടുതൽ നേരം സർവൈവ് ചെയ്യുന്നത് നമ്മളുടെ അതിജീവനത്തിന്, പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലായിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ വ്യത്യസ്ത സിറ്റുവേഷനുകളെ അതിജീവിക്കുന്നതിന് നമ്മൾ കൂടുതൽ സഹായിക്കും. ഇനി ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇമോഷൻസ് അനുഭവപ്പെടുന്ന സമയത്തും നമ്മളുടെ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടും. നമ്മളുടെ ഹാർട്ട് റേറ്റ് വളരെ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 പ്രധാന തരത്തിലുള്ള നെർവസ് സിസ്റ്റമാണുള്ളത്. ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ അപകടങ്ങളെയും മറ്റും ഫേസ് ചെയ്യാനായിട്ട് ആക്റ്റീവ് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ്. നമ്മൾ പറയും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നൊക്കെ. അതിനെ നമ്മൾ സഹായിക്കുന്ന, എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ അപകടത്തെ ഫൈറ്റ് ചെയ്യാനോ നമ്മളെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് ഭയങ്കരമായ രീതിയിൽ ഇമോഷൻസ് വരുമ്പോൾ, ഉയർന്ന രീതിയിലുള്ള ഇൻറ്റൻസ് ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. കാരണം നമുക്ക് ഡേഞ്ചറിനെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഓടിപ്പോയി രക്ഷപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ഇനി നമ്മളുടെ ഈ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റും കുറയും. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ അവിടെ ആക്റ്റീവ് ആവുന്ന നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ കാമറാക്കി നമ്മുടെ ശരീരത്തിലെ എനർജി സേവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തെ തരണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വളരെയധികം എനർജി ഉപയോഗിക്കായിരിക്കും. ഏറ്റവും പീക്ക് ലെവലിലായിരിക്കും നമ്മുടെ ബോഡി പെർഫോം ചെയ്യുക. അതിനുശേഷം നമുക്ക് എപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രത്തോളം എനർജി ഉപയോഗിച്ചുകൊണ്ട് തുടരാൻ പറ്റില്ല.
അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജി റൺ ഔട്ട് ആവും, നമ്മൾ എനർജി ഇല്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എനർജി സേവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പം അതിന് നമ്മളെ സഹായിക്കുന്ന നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അത് നമ്മളെ കാമറായിട്ട് കൂളായിട്ട് ശരീരത്തിലെ എനർജി സേവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. സോ നമ്മൾ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്? നമ്മളുടെ വെള്ളത്തിനടിയിൽ നീന്തുന്ന സമയത്തോ മറ്റോ നമുക്ക് എനർജി കുറേ നേരത്തേക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയും. അതുമൂലം നമ്മളുടെ ഹാർട്ട് റേറ്റും കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, അതുപോലെ തന്നെ ബോഡിയിലെ ടെമ്പറേച്ചറും കൂടും. സോ ഈ ടെമ്പറേച്ചർ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ നമ്മളൊന്ന് പറ്റിക്കുക. നമ്മുടെ ബോഡീനെ നമ്മൾ ചിന്തിപ്പിക്കുകയാണ് അത് നീന്തുകയാണ് അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലാണ്. അങ്ങനെ ചിന്തിപ്പിക്കുന്നത് മൂലം നമ്മുടെ ബോഡിയിലത്തെ ആ ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ബൗള് വെള്ളം എടുക്കുക. ഈ ബൗള് വെള്ളത്തിൽ കുറച്ച് ഐസും കട്ടി ഇട്ടിട്ട് അത് ഐസ് വാട്ടറാക്കി മാറ്റാം. അതിനുശേഷം ശ്വാസം പിടിക്കുക. ശ്വാസം എടുത്തിട്ട് ഹോൾഡ് യുവർ ബ്രെത്ത്. എന്നിട്ട് നിങ്ങളുടെ ഫേസ് ആ വെള്ളത്തിൽ മുക്കി പിടിക്കുക 30 സെക്കൻഡ് നേരത്തേക്ക്. അങ്ങനെ 30 സെക്കൻഡ് നേരത്തേക്ക് വെള്ളം അതിൽ ഞെക്കി പിടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചിന്തിക്കും നിങ്ങൾ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറയും, തന്മൂലം നിങ്ങളുടെ എക്സ്ട്രീം ഇമോഷൻസും മറ്റും കുറയും. ഇത് ചെയ്യാനായിട്ടുള്ള വേറൊരു രീതിയാണ് നിങ്ങൾ ഒരു ഐസ് പാക്ക് എടുക്കുക. അത് നിങ്ങളുടെ ഐസ് പാക്ക് നിങ്ങളുടെ കവിളുണ്ടല്ലോ, കവിളിൽ തൊട്ട് പിടിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പിടിക്കുക. ശ്വാസം ഉള്ളിലോട്ടെടുത്ത് 30 സെക്കൻഡ് നേരത്തേക്ക് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ തല, ഹെഡ് എന്ന് പറയുന്നത് കാൽമുട്ടിലോട്ട് ചേർത്ത് പിടിക്കുക. ഏതാണ്ട് നിങ്ങൾ വെള്ളത്തിലൊക്കെ ചാടാനായിട്ട് പോകത്തില്ലേ വലിയ ഹൈറ്റിൽ നിന്ന്, ആ രീതിയിലാണ് നിങ്ങൾ പിടിക്കേണ്ടത്. സോ ഇങ്ങനെ പിടിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനും നമ്മളെ ബോഡി നമ്മളവിടെ പറ്റിക്കുക ചെയ്യണേ, നമ്മൾ നീന്തുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ ശരീരത്തിലത്തെ കുറയും. അതിന് ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്ട്രീം ഇമോഷൻസും അവിടെ കുറയുന്നതായിരിക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വാണിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട്, അതിന് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻ കഴിക്കുന്നുണ്ട്, അതായത് ബെറ്റാ ബ്ലോക്കേഴ്സോ മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം. അവരുടെ അടുത്ത് ചോദിച്ച് അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ സ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡേഞ്ചറിലാവും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ 30 സെക്കൻഡിന് ശേഷം നിങ്ങൾ ശ്വാസം വിടണം, വീണ്ടും ശ്വാസം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വടിയാവും കേട്ടോ. അടുത്ത എക്സ്ട്രീമായിട്ടുള്ള ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഇൻറ്റൻസ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇൻറ്റൻസ് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീസായിട്ട് കാമറും അതുപോലെ തന്നെ വളരെ സന്തുഷ്ടിയാവസ്ഥയിൽ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും റണ്ണേഴ്സ് ഹൈ എന്നൊക്കെ. അതായത് ഭയങ്കരമായ രീതിയിൽ മാരത്തോണോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന അത്ലറ്റ്സൊക്കെ ഓടിയതിന് ശേഷം റെസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായ രീതിയിലൊരു സന്തോഷം അല്ലാതെ സാറ്റിസ്ഫാക്ഷൻ, ഒരു കാംനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഹോർമോണുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഇതിന് ഇവല്യൂഷണറി കാലഘട്ടമായിട്ട് വളരെ ബന്ധമുണ്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ കാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ വല്ല പുലിയോ കുറുക്കനോ അങ്ങനെ എന്തെങ്കിലും വന്യജീവിയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. വല്ല ആനയൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടും. അങ്ങനെ ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഇങ്ങനത്തെ തരത്തിൽ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഈ റണ്ണേഴ്സ് ഹൈ, ഇത് നമുക്ക് മാരത്തോണൊക്കെ ഓടിയിട്ടുള്ള ആൾക്കാർക്ക് അതിന് ശേഷം അനുഭവപ്പെടുന്ന രീതിയിലുള്ള റണ്ണേഴ്സ് ഹൈ, ആ നല്ല ഫീലിങ്സ്, ആ കാംനെസ്, ആ കണ്ടന്റ്മെന്റ് ഒക്കെ നമുക്ക് ഇപ്പോഴും അന്നും ഫീൽ ചെയ്യാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നത് അവരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുക ചെയ്യുന്നത്. ആ ആദിമകാല മനുഷ്യരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ സർവൈവ് ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ളൊരു ബിഹേവിയർ വീണ്ടും ആവർത്തിക്കാനായിട്ട് ബോഡി ചെയ്യുന്നൊരു ഒരു ടെക്നിക്കാണ് ഈ നല്ല ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാവുന്ന ഈ ഹോർമോണുകളെ റിലീസ് ചെയ്യാന്ന് പറയുന്നത്, സ്ട്രെസ്സിനെ കുറയ്ക്കാവുന്ന ഹോർമോണുകളെ റിലീസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ആ ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് നന്നായി തോന്നും. അപ്പോൾ ആ നന്നായി തോന്നുന്നത് മൂലം അത്തരത്തിലുള്ള ബിഹേവിയർ, അതുപോലെ തന്നെ ഓടി രക്ഷപ്പെടാനും അവർ ആ ബിഹേവിയർ കൂടുതൽ കാണിക്കാനായിട്ട് തയ്യാറാകും. അത് അവരുടെ സർവൈവലിന് വളരെ വളരെ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് ഭയങ്കരമായ രീതിയിൽ സ്ട്രെസ് വരുന്ന സമയത്ത്, ഭയങ്കര ഹൈ ലെവലിലുള്ള ഇമോഷൻസ് വരുന്ന സമയത്ത് ഒരു ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഐഡിയലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, 30 മിനിറ്റ് ഒക്കെ ചെയ്യാം, അതാണ് നല്ലത്. അതായത് നിങ്ങൾക്ക് ഓടാം, നിങ്ങൾക്കൊന്ന് ജോഗ് ചെയ്യാം, പടികൾ മുകളിലോട്ടും അടിയിലോട്ടും ഇറങ്ങാം, ഇതൊക്കെ ചെയ്യാം. ഇതല്ലാതെ നിങ്ങൾക്ക് ഇത് 2-3 മിനിറ്റ് ചെയ്താൽ വരെ വളരെ എഫക്റ്റീവാണ്.
സോ നിങ്ങൾക്ക് വളരെ കൂടുതൽ സ്ട്രെസ് തോന്നുമ്പോൾ ഒന്ന് ജമ്പിങ് ജാക്സ് ചെയ്യുക. അതായത് ജമ്പിങ് ജാക്സ് എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് ഒക്കെ ആക്കിയിട്ട് കൈയും കാലും ഇട്ടിട്ട് ഒരു എക്സസൈസ് ഉണ്ടല്ലോ, അതാണ് ജമ്പിങ് ജാക്സ്. അത് ചെയ്യാൻ സാധിക്കും. പിന്നെ നോർമലായിട്ട് പുഷപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ നീസ് മുതലായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഏതൊരു എക്സസൈസും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മുകളിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണോ അത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാർട്ട് പ്രശ്നങ്ങളും മറ്റുമുള്ളവർ ഇൻഡൻസ് എക്സസൈസ് ചെയ്യുന്നത് അനുയോജ്യമാണോ എന്ന് നിങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. നമ്മൾ പറഞ്ഞ ടിപ്പിലെ മൂന്നാമത്തെ സ്കില്ലാണ് പേസ്ഡ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. പേസ് ബ്രീത്തിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷൻസിന് മറ്റും കുറയ്ക്കാനായിട്ട്, നമ്മളുടെ ഹാർട്ട് റേറ്റിനെ കുറയ്ക്കാനായിട്ട് നമ്മളുടെ ബ്രീത്തിങ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. നമുക്ക് വളരെയധികം സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ കൂടുതലും ചെസ്റ്റിൽ നിന്നാണ് ബ്രീത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് വളരെ ആഴം കുറഞ്ഞ തരത്തിലുള്ള ബ്രീത്ത്സുകൾ നമ്മൾ ചെസ്റ്റിൽ നിന്ന് എടുത്ത് വിടുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതേസമയം തന്നെ നമ്മളുടെ ബ്രീത്ത് സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ അത് വയറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ബെല്ലിയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ അതുപോലെ തന്നെ ഹയർ ഇമോഷനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നത് മൂലം നമ്മുടെ ഇൻറ്റൻസീവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഇമോഷൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ശ്വാസം പുറത്തോട്ട് വിടുക. എടുക്കുന്ന ശ്വാസത്തിനേക്കാളും കൂടുതൽ സമയമായിരിക്കണം പുറത്തേക്ക് വിടുന്ന ശ്വാസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കാനായിട്ട് 4 സെക്കൻഡ് സമയം ചിലവാക്കുന്നെങ്കിൽ പുറത്തോട്ട് വിടുമ്പോൾ 6 സെക്കൻഡ് സമയം എടുക്കുക. നിങ്ങളിവിടെ ചെയ്യുന്നത് പുറമേ നിന്ന് ശ്വാസം എടുക്കുക, എന്നിട്ട് ആ ശ്വാസം നിങ്ങളുടെ ബെല്ലി വയറ്റിൽ ഹോൾഡ് ചെയ്യുക. വയറ്റിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം അത് പുറത്തോട്ട് വിടുക. ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 4 സെക്കൻഡ് സമയം എടുക്കുക, ശ്വാസം വിടുമ്പോൾ അത് കുറച്ചധികം സമയം എടുക്കുക. അതായത് ഇൻഹലേഷന് കുറഞ്ഞ സമയവും 4 സെക്കൻഡ്, എക്സലേഷന് 6 സെക്കൻഡ് സമയം എടുക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ബ്രീത്തിങ് സ്ലോ ഡൗൺ ആവും. അത് മൂലം നിങ്ങളുടെ ഹാർട്ട് റേറ്റും കുറഞ്ഞു വരും. ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കുള്ള ഇൻറ്റൻസീവ് ആയിട്ട് അനുഭവപ്പെടുന്ന ഇമോഷൻസും കുറഞ്ഞു വരുന്നതായിരിക്കും. ഇനി ടിപ്പിലെ 4ാമത്തെ സ്കില്ലാണ് പെയ്ഡ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിച്ചിട്ടുള്ള ജാക്കോബ്സൺ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ എന്ന പേരിലും ഇത് വളരെ വൈഡ്ലി തെറാപ്പികൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വ്യത്യസ്ത മസിൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മളുടെ കൈയിന് മസിൽ ഗ്രൂപ്പുകളുണ്ട്, നമ്മളുടെ നെക്കിന് മസിൽ ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ഐക്ക് മുകളിൽ മസിൽ ഗ്രൂപ്പ് ഉണ്ട്, നെറ്റിയിൽ മസിൽ ഗ്രൂപ്പ് ഉണ്ട്, നമ്മളുടെ കാലിൽ മസിൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത മസിലുകൾ കൂടിച്ചേർന്ന മസിൽ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ഈ മസിലുകളെ നമ്മൾ ടെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ മസിൽ ഗ്രൂപ്പുകളെയും നമ്മൾ ടെൻസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെൻസും റിലാക്സും ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെൻഷനും റിലാക്സേഷനെയും നല്ല രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ വേർതിരിക്കാൻ സാധിക്കും. ആ റിലാക്സേഷൻ്റെ ആ നല്ല ഫീലിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് അതിനെ ഇൻഡ്യൂസ് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മളുടെ സ്ട്രെസ്സിനെയോ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ഇമോഷനെയോ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മസിലുകളെ എത്രയും ഹാർഡായിട്ട് നിങ്ങൾക്ക് ടെൻസ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ഹാർഡറായിട്ട് ടെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സ്ലോവിലി നിങ്ങൾ ടെൻസ് ചെയ്തിട്ടുള്ള മസിലുകളെ റിലാക്സ് ആക്കുക. റിലാക്സ് ആക്കുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾക്ക് പറയാം റിലാക്സ് റിലാക്സ് എന്ന്. അതായത് മസിലുകൾ ഏതെങ്കിലും ടെൻസ്ഡ് ആക്കി പിടിക്കുക, അതിനുശേഷം അത് സ്ലോവലി നിങ്ങൾ റിലാക്സ് ആക്കുക. റിലാക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം റിലാക്സ് എന്ന്. ഇത് കുറഞ്ഞ സമയത്തേക്കും ചെയ്യാം, ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് ചെയ്യാം. അതുപോലെ തന്നെ 45 മിനിറ്റ് വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാനായിട്ടുള്ള വിശദമായ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അല്ല നിങ്ങൾക്കിത് ഞാൻ ചെയ്ത് കാണിക്കണം, ഒരു വീഡിയോയിൽ ഞാനിത് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ അല്ലെങ്കിൽ പെയ്ഡ് മസ്കുലർ റിലാക്സേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും.